പഞ്ച് ടാറ്റന്റെ പഞ്ചാണ് തീ തുപ്പും അല്ല പവർ കൂടും കൂടി ഓട്ടോമാറ്റിക് ടാറ്റന്റെ വണ്ടികൾക്ക് ഈ ബോഡി ഭയങ്കര പവർ അല്ല എങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് വണ്ടി 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 52,000 കിലോമീറ്റർ കമ്പനി സർവീസിന് വേണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളാ തേർഡ് ഓപ്ഷൻ അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട് അലോയ് ബാക്കിയുള്ള ഫംഗ്ഷൻസ് അലോയ്സ് അല്ലാതെ ബാക്കിയെല്ലാം വരുന്നുണ്ടല്ലോ ഓക്കെ ഫൈനൽ ആയിട്ട് ഈ വണ്ടി 6,25,000 രൂപ കൊടുക്കാം 6,25,000 കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടി പഞ്ച് മാക്സിമം ലോണ് ഫുള്ള് ചെയ്യല ഓക്കെ ഈ ടാറ്റന്റെ പഞ്ച് ഇവിടെ ഒരു 4 പീസ് ഉണ്ട് കേട്ടോ അതും നല്ല വെറൈറ്റി കളറില് സാധനം ഉണ്ട് പഞ്ചൊക്കെ നോക്കുന്ന ആളുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാം പെട്ടി പീസ് വാഹനങ്ങൾ, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, മോഡലിൽ കൂടിയ ഖിദ്മത്തിന്റെ അലുവക്കണ്ണ പോലത്തെ വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങളൊരു പുത്തൻ വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. കാരണം എന്താ വെച്ചാൽ ചെറിയ കിലോമീറ്റർ ഓടിയത് കൊണ്ട് ലക്ഷങ്ങൾ വില പൊട്ടിച്ചാണ് വണ്ടികൾ തരുന്നത്. വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. കണ്ണ് ചിമ്മിയിട്ട് എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ തരുള്ളൂ. ഞാൻ ഇന്നുള്ളത് മലപ്പുറത്തല്ല കേട്ടോ, കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂരിലെ A1 യൂസഡ് കാറിലാണ്. അതായത് കണ്ണൂർ കാസർഗോഡ് ഹൈവേയിൽ ഏറ്റവും നല്ല വലിയ ഷോറൂമാണ്. അതും നല്ല ക്വാളിറ്റി വണ്ടികൾ വിൽക്കുന്ന ഒരു യാർഡ്. ഇവർക്ക് 2 ഷോറൂം ഉണ്ട്. ഒന്ന് മോഡൽ കുറഞ്ഞ വണ്ടികൾ, അതായത് ലോ ബഡ്ജറ്റ് വണ്ടികൾ, പിന്നെ ഇത് മോഡൽ കൂടിയ വണ്ടികൾ. ഇന്നത്തെ വീഡിയോയിൽ ഈ വാഹനങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ടാറ്റന്റെ വണ്ടികൾ ഇവിടെ കുറെ അവൈലബിൾ ആണ്. അതായത് ടിയാഗോ, പിന്നെ പഞ്ച്, ഈ വണ്ടികളൊന്നും മലപ്പുറത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറെ യാർഡിൽ വീഡിയോ എടുക്കുന്നതാണ്, പക്ഷെ അവിടെ ഒന്നും ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടാവില്ല. പിന്നെ SUV ടൈപ്പ് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ. ക്രെറ്റ ഉണ്ട്, വെന്യൂ ഉണ്ട്, ബ്രസ്സ ഉണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ബ്രസ്സ ഉണ്ട്. പിന്നെ ക്രിസ്റ്റ ഉണ്ട് കേട്ടോ, ഇന്നോവ ക്രിസ്റ്റ 2 പീസ്, അതും ഒറിജിനൽ കേരള വണ്ടികൾ. പിന്നെ ജനപ്രിയ വണ്ടികളായ സ്വിഫ്റ്റ് കാറുകൾ, കുറേ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് നമുക്ക് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓണർ ഉണ്ട്, രതീഷ് ഭായ് ആണ് എന്നോടൊപ്പം ഉള്ളത്. മൂപ്പനോട് ചോദിച്ചറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. ലതീഷ് ബ്രോ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? പിന്നെ കച്ചവടം എന്തുപാട്? അല്ല, എന്ത് പാടെന്ന് ചോദിക്കണ്ട, ഇത് കണ്ണൂരാണ്, കണ്ണൂര്. പിന്നെ കച്ചവടം ഉസാറല്ല? അല്ല, നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ട്, അത് നമുക്ക് അറിയാം. കാരണം എന്താ വെച്ചാല് പിന്നെ ഇന്ന് കണ്ട വണ്ടി നാളെ കാണുന്നില്ല ഷോറൂം. അപ്പൊ അല്ല, കച്ചവടം നടക്കട്ടെ, കച്ചവടം വേണം. എന്താ വെച്ചാല് നല്ല, അതായത് നല്ല കസ്റ്റമർ ആയിട്ടുള്ള ഡീലിംഗ് ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ ഡെവലപ്മെന്റ് ആയിട്ട് എടുക്കുക. എന്നാല് ഒരാൾക്ക് ഇപ്പൊ വണ്ടി കൊടുത്തിട്ട് നല്ല അഭിപ്രായമാണെങ്കിൽ അവരെന്ത് ചെയ്യും, പിന്നെ വേറെ കിട്ടുന്നുണ്ട്. അതെ. അല്ല, എന്റെ വീടിപ്പോ കണ്ണൂർ കാസർഗോഡുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കാരണം എന്തോ, ഞാൻ വീട് ചെയ്തിടത്തൊക്കെ കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് മലപ്പുറത്ത്. അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ ഒരുപാട് പ്രഷറുണ്ട്. പിന്നെ ഈ കണ്ണൂർ കാസർഗോഡുള്ള ആൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ടെൻഷൻ വേണ്ട. നിങ്ങളെ വീഡിയോ കോഴിക്കോട് ആൾക്കാർ അല്ല, വരുന്നുണ്ട്. അതങ്ങനെയാണ്. അത് അക്കരെ പച്ച എന്ന് പറയുന്നില്ലേ. ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്താൽ അവിടുന്ന് ആള് വരും, അവിടെ പോയിട്ട് വീഡിയോ ചെയ്താൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ലതീഷ് ബ്രോ എങ്ങനെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇവിടെ കണ്ണൂർ കാസർഗോഡ് നാഷണൽ ഹൈവേയില് പയ്യന്നൂർ കോളേജ് തൊട്ട് എഴുതായിട്ടുള്ള ഷോറൂമാണ് ഇടായിട്ട്. പിന്നെ സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് പയ്യന്നൂർ ടൗണിലാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പിന്നെ വാട്സപ്പിൽ നിങ്ങൾ ഇതുണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും. ഇവരെ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് ജസ്റ്റ് 4 നമ്പർ ചെയ്യുന്നുണ്ട്. സ്റ്റാഫിന്റെ എന്റെയും സ്റ്റാഫിന്റെ അടക്കം 4 നമ്പർ ചെയ്യുന്നുണ്ട്. 4 വിളിച്ചാൽ അവൈലബിലിറ്റി ഉണ്ട്. ഏത് നമ്പറിൽ വിളിച്ചാലും പിന്നെ ലൊക്കേഷൻ അയച്ചു തരും. ലൊക്കേഷൻ അറിയാനൊന്നുമില്ല, പയ്യന്നൂർ ടൗൺ തന്നെ കേട്ടോ. അപ്പോ ഓരോ വണ്ടിയിട്ട് കാണിച്ചു കൊടുക്കല, നേരെ വണ്ടിയിലേക്ക് പോവാം. പറയാൻ പറ്റുക എന്താ വെച്ചാല്, അതായത് കമ്പനി വാറണ്ടി ഉള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലും. ഓൾമോസ്റ്റ് കമ്പനി വാറണ്ടി ഇല്ലാത്ത വണ്ടികൾക്ക് 6 മാസത്തെ വാറണ്ടി എന്തായാലും ഇവിടുന്ന് കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും കൊടുക്കും അല്ലെ? കമ്പനി വാറണ്ടി ഉള്ള വണ്ടികൾ ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ഖിദ്മത്തിന്റെ ഡിസൈർ കാണിച്ചു കൊടുക്കാം. ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഡിസൈർ ആണ്. ഇത് പെട്രോളാ ഡീസലാ ബ്രോ? ഇത് പെട്രോൾ വണ്ടി, 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. DXC വേരിയന്റ് ആണ് വണ്ടി. ഓക്കെ. പൊട്ടിച്ച റേറ്റ് കൊടുക്കാം 5,15,000 രൂപ.
5,15. 5,15 ഫുള്ള് ലോണും കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. വണ്ടിമ്മ വേറെ യാതൊരു പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ ഹൈഡ് ആക്കിയില്ല. നമ്പർ വേണ്ടവർക്ക് നമ്പർ എടുത്തിട്ട് വേണമെങ്കിൽ ഹിസ്റ്ററി നോക്കാം. വേറെ തട്ടുമുട്ട് കിട്ടി കുത്തൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂപ്പര് പറയൂട്ടോ, പറഞ്ഞിട്ടേ തരുള്ളൂ. വേറെ വണ്ടിയുമേ യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും 56,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ല. ഓക്കെ, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കിക്കോളി. ഇവിടെ ഒരു ജനപ്രിയ വണ്ടി ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള സ്വിഫ്റ്റ് കാറാണ്. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2023 ZXi ഓട്ടോമാറ്റിക് വണ്ടി. വെറും 19,000 കിലോമീറ്റർ ക്ലെയിമോ കാര്യങ്ങളൊന്നും കഴിയില്ല. 2028 വരെ കമ്പനി വാറണ്ടി വരുന്ന വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റേറ്റ് എടുത്തത് 7,45,000 രൂപ ഫൈൻ കൊടുക്കാൻ പറ്റും. 7,45 അല്ല ലോൺ. ലോൺ നമുക്കൊരു 7 രൂപ വരെ മാക്സിമം, 6.25 to 7 രൂപ വരെ മാക്സിമം. ഓട്ടോമാറ്റിക് വണ്ടി, അതും 19,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം. ഇത് ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ZXi പ്ലസ് അല്ലേ? ZXi ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, ഫോഗർ, ഡിഫോഗർ, പിന്നെ DRL എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അലോയ്സ് ഒക്കെ ഉണ്ട്. ഹിദ്മത്തിന്റെ അലോയ്സ് ആണ് ഉള്ളത്. വേറെ വണ്ടിമ വേറെ തട്ടുമുട്ട് ക്ലൈം കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? അപ്പൊ വേണം വിളിച്ചോട്ടാ. ഇവിടെ വീണ്ടും ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ്. ഇതെങ്ങനെ ബ്രോ? ഇത് വരുന്നത് 2022 മോഡൽ VXi ഓട്ടോമാറ്റിക് വണ്ടി. ഇതും ഓട്ടോമാറ്റിക് തന്നെ. 22 VXi ഓട്ടോമാറ്റിക് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. 6,65,000 രൂപ ഫൈൻ കൊടുക്കാം. 6,65 കൊടുക്കാം. ഫൈൻ കൊടുക്കാം. ഫുള്ള് ലോണും കൊടുക്കാം. 100% കൊടുക്കാം. ഫുള്ള് മാക്സിമം 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10-50 ഉറുപ്പൊക്കെ കൊണ്ടുവന്നാൽ എടുക്കാൻ പറ്റൂല. ഇത് VXi വണ്ടി. VXi അല്ലേ? ഓക്കെ, വണ്ടിമ്മ വേറെ യാതൊരു പ്രശ്നമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇതൊക്കെ പിന്നെ ഗ്യാരണ്ടി വാറണ്ടി എത്ര കൊടുക്കാൻ പറ്റും? ഇത് വാറണ്ടി വരുന്നത് നമുക്കൊരു 6 മാസത്തെ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഇഞ്ചിനും ഗിയർ ബോക്സും 6 മാസം വാറണ്ടി കൊടുക്കാം. പിന്നെ ഫുള്ള് ലോൺ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കോ. പഞ്ച്, ടാറ്റന്റെ പഞ്ചാണ്. തീ തുപ്പും അല്ല, പവർ കൂടും. പവർ കൂടി ഓട്ടോമാറ്റിക് വണ്ടി. ടാറ്റന്റെ വണ്ടികൾക്ക് ഈ ബോഡി ഭയങ്കര പവർ അല്ല. എങ്ങനെ ഇത് ഓട്ടോമാറ്റിക് ആണ്? ഇത് ഓട്ടോമാറ്റിക് വണ്ടി. 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ കമ്പനി സർവീസിൽ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങള തേർഡ് ഓപ്ഷൻ, അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളുണ്ട്. അലോയ് ബാക്കിയുള്ള ഫംഗ്ഷൻസ് അലോയ്സ് അല്ലാതെ ബാക്കിയെല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ, ഫൈനൽ ആയിട്ട് ഈ വണ്ടി 6,25,000 രൂപ കൊടുക്കാം. 6,25,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി, പഞ്ച്. മാക്സിമം ലോണ് ഫുൾ തന്നെ കൊടുക്കാം. ഫുൾ തന്നെ ചെയ്യല. ഓക്കെ, ഈ ടാറ്റന്റെ പഞ്ച് ഇവിടെ ഒരു 4 പീസ് ഉണ്ട് കേട്ടോ. അതും നല്ല വെറൈറ്റി കളറിൽ സാധനം ഉണ്ട്. പഞ്ചൊക്കെ നോക്കുന്ന ആളുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ടൊയോറ്റന്റെ ഇറ്റിയോസ് ലിവാണ് നിങ്ങൾ കാണിക്കുന്നത്. അതും പെട്രോൾ വണ്ടിയാണ് കേട്ടോ. പെട്രോൾ വണ്ടി നോക്കുന്നവർക്ക് കണ്ണി ചിമ്മിറ്റ് ഇറക്കാൻ പറ്റിയൊരു വണ്ടി. ആകെ കിലോമീറ്റർ ഓടിക്കാൻ 30,000 അല്ല? 30,000. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2019 മോഡല് വി ഓപ്ഷൻ എറ്റിയോസ് ലിവ, ലാസ്റ്റ് ഇറങ്ങിയ മോഡല് വി ഓപ്ഷൻ എറ്റിയോസ് ലിവ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. മാക്സിമം ലോൺ ഒക്കെ ചെയ്യല. 5 രൂപ എന്തായാലും കണ്ണടച്ച് കിട്ടും. 5 രൂപ എന്തായാലും കണ്ണിച്ച് മിനിറ്റ്. ഇത് മൈലേജ് എത്ര കിട്ടും? മൈലേജ് നമുക്ക് 17 കിട്ടും. ഉറപ്പാണോ? 17 എന്തായാലും. ഓക്കെ, 17 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഡീസലിനാട്ടി നല്ലത് പെട്രോൾ തന്നെയാണ്. മെയിൻ്റെനൻസ് പിന്നെ ഇത് ഏത് ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഭയങ്കര കുറവാണ്. ടെൻഷൻ വേണ്ട എടുക്കുന്ന ആൾക്ക്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ഹിദ്മത്തിന്റെ ടാറ്റന്റെ ടിയാഗോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. അതും ഒരു റയർ കളർ. ഇത് ബ്ലാക്കും ഏതാണ്? ബ്ലൂ കളർ, മിഡ്നൈറ്റ് പ്ലം എന്ന് പറഞ്ഞ വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് 2022 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, 30,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. കാണിക്കാൻ പറ്റൂല. ലാസ്റ്റ് സർവീസ് 30,000 സർവീസ് ചെയ്തേ ഉള്ളൂ. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാം? 5,35,000 കൊടുക്കാം. ലോണൊക്കെ 100% ഫുള്ള്, ഒരു പൈസ വേണ്ട. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു നിസാന്റെ മാഗ്നറ്റ് അല്ലെ, ഒരു റയർ പീസ് ആണ് ബ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, എക്സൽ വേരിയന്റ്. എക്സൽ മിഡ് വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങള്, പിന്നെ പോരാണ്ട് ഫോഗർ, ഡിഫോഗർ ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വണ്ടി എത്ര ഓട്ടോ ഉള്ളത്?
34,000 കിലോമീറ്റർ. വെറും 34,000. മാനുവൽ വണ്ടി? മാനുവൽ വണ്ടി. മാനുവൽ വണ്ടി. എത്രയൊക്കെ ചെയ്യാം? 5,65,000 കൊടുക്കും. 5,60,000 കൊടുക്കുക. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാം, ഫുള്ള് ചെയ്ത് കൊടുക്കുക. ഒരു നയ പൈസ ഇല്ലാതെ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാർ വിളിച്ചോ. ഇതാ ഇവിടെ നമുക്കൊരു, അതായത് ഒരു ആൾട്ടോ കേട്ടൻ എടുക്കണമെങ്കിൽ ഒരു 4 ലക്ഷം മേലെ കൊടുക്കണ്ടേ. ആ ഒരു പൈസക്ക് ഒരു 7 സീറ്റ് വണ്ടി, ഒരു കുഞ്ഞൻ വണ്ടിയാണ്. ഡ്രൈവർ അല്ല, റെനോൾട്ടിന്റെ വണ്ടി. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2022 മോഡൽ RXT വണ്ടി, ഫുള്ളിന്റെ തൊട്ട് താഴെയുള്ള വണ്ടി. വെറും 52,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓൺഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് വണ്ടി. നമുക്ക് റേറ്റ് ഫൈനൽ പൊട്ടിച്ച റേറ്റ് കൊടുക്കുക 5,30,000 രൂപ കൊടുക്കുക. ഫുൾ ലോൺ, ഒരു പൈസ വേണ്ടല്ലോ. 7 സീറ്റ് വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വിറ്റാര ബ്രസ്സയാണ് ബ്രോ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2018 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ്, 80,000 കിലോമീറ്റർ ഓട്ടം. ബാക്ക് ഡിക്കി റീപ്ലേസ് ഉണ്ട്, ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഡിക്കി ഗ്ലാസ് ആണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും. LD ആണ് വണ്ടി. LD വീഡിയോ കൺവേർട്ടാ? അല്ല, കൺവേർട്ട് അല്ല, LD മാത്രം. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, റേറ്റ് ഓപ്ഷൻ വീഡിയോ സോറി LD പറഞ്ഞല്ലോ. ഓക്കെ, റേറ്റ് ഹൈലൈറ്റ് കൊടുക്കാം 5,70,000 രൂപ കൊടുക്കാം. 5,70,000. 2018 പ്രസ്സാ, ഡീസൽ വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല ആലുവക്കണ്ടം പോലത്തെ 2 പെട്ടി പീസ് ഇന്നോവ ക്രിസ്റ്റകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒറിജിനൽ കേരള വണ്ടി. ഇതാ ഒരു ബ്ലാക്ക് എഡിഷൻ വണ്ടിയാണ്, അതുപോലെ തന്നെ ഒരു ബ്രൗൺ. ഈ 2 കളറും നല്ല റയർ കളറാണ്. ആവശ്യക്കാർ കൂടുതലുള്ള കളറാണ് ഈ 2 പീസും. നമുക്ക് ആദ്യം ഈ ബ്രൗൺ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2022 മോഡൽ, സിംഗിൾ ഓൺഷിപ്പ്, 80,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസിൽ, കമ്പനി വാറണ്ടിയിലെ വണ്ടി. വെറും 80,000 കിലോമീറ്റർ. G4 ഓട്ടോമാറ്റിക് വണ്ടി. G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, നല്ല കിരുമത്തിന്റെ ക്രിസ്റ്റല. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫാൻസി നമ്പർ 1114 ഫാൻസി നമ്പറിലെ വണ്ടി. നല്ല ആലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ അല്ല. ഈ അലോയ്സ് എക്സ്ട്രാ കയറ്റിയതാ ഇത്? അല്ല, കമ്പനി G4 കമ്പനി അല്ല. ഇത് എന്തൊരു പ്രത്യേകത കാണുന്നത്, അതാ ചോദിച്ചത്. ഇല്ലല്ലോ. ഓക്കെ, വേറെ വണ്ടിമേ യാതൊരു പ്രശ്നമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? അതും എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട. കേരള വണ്ടിയാണ്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ല? കാണിക്കാൻ പറ്റുമല്ലോ ബ്രോ? 100%. എത്ര ഇത് നിങ്ങൾ ആസ്ക് ചെയ്യണേ? ഇത് 23,400 വരും. 23,400 അല്ല? ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. G4 22 ഓട്ടോമാറ്റിക് വണ്ടി. 23,400 4 പുതിയ ടയർ ഇട്ട് കൊടുക്കും. 4 പുത്തൻ ടയർ നിങ്ങൾ ഇട്ട് കൊടുക്കും. ഇൻഷുറൻസ് ഇപ്പൊ ഓൾറെഡി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിയിൽ. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. ഈ കറുപ്പ് എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡൽ V ഓപ്ഷൻ ക്രിസ്റ്റ. V ആണ് ഓപ്ഷൻ. V ആണ്. 1,40,000 കിലോമീറ്റർ ഓടി. ഇത് മാനുവൽ വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 140 കറക്റ്റ് ത്രൂട്ട് കമ്പനി സർവീസിൽ വേണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 16,65,000 രൂപ കൊടുക്കാം. 16,65 കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോണും ചെയ്യാലോ ബ്രോ? ഓക്കെ, വണ്ടിമ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതില് ബാക്ക് ഡിക്കി റീപ്ലേസ് ആണ്. ഡിക്കി റീപ്ലേസ് ഉണ്ട് തന്നെ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. വേറെ ഫ്രണ്ട് ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല? മെയിൻ ഗ്ലാസ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബാക്ക് ചെറിയ ഡിക്കി മാത്രം റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. ഒരു പെട്ടി പീസ് നിസാന്റെ ടെറാനോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ബ്രോ. ഇത് 85 17 മോഡൽ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 1,10,000 കറക്റ്റ് കമ്പനി സർവീസ്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ആയാലും ഡീസൽ വണ്ടിയാണ്. ഹൈലൈറ്റ് റേറ്റ് ആണ്. 4,90,000 രൂപ കൊടുക്കാം. 4,90 കൊടുക്കുക. 17 വണ്ടി അല്ലേ? സിംഗിൾ ഓണർ. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. 100% ലോൺ. വണ്ടി പിന്നെ ഈ ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് റീപ്ലേസ്. വേറെ ക്ലെയിമോ മേജറാ മൈനറാ? അത് മൈനറല്ലേ? വേറെ ഉള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറ്റി പേസ്റ്റ് പ്രശ്നമൊന്നുമില്ല. അയ്യോ, അങ്ങനത്തെ റെഡിയേ പോയിട്ടില്ല. ബോണറ്റ് മാത്രം. അങ്ങനത്തെ വണ്ടി നിങ്ങൾ എടുക്കൂലല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള മാരുതിന്റെ ബലോനോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ബ്രോ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2023 ബേസ് വേരിയന്റ് ബലോനോ. ഓക്കെ, എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിംഗ്സും ചെയ്ത വണ്ടി. ആക്സിഡന്റ് ഒരു ടീം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്. ലോൺ ചെയ്യുന്നതാണ്. കൺഫേംഡ് അല്ല, കൺഫേം 50-50 ചാൻസ് ആണ്. എന്നാലും പറയാം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 5,70,000 രൂപ കൊടുക്കാം. 5,70,000.
ഇത് ബേസ് മോഡലോ? ബേസ് മോഡൽ എല്ലാ ഫിറ്റിംഗ്സും ചെറിയ വണ്ടിയാണ്. എല്ലാ കൺവേർട്ട് ആക്കി എല്ലാ, അതായത് ഓൾമോസ്റ്റ് ബേസിക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. സീറ്റ് കവർ ചെയ്യുന്നുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിന്, എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിന്. പിന്നെ 5,700 കൊടുക്കാം. 22 വണ്ടി, 23 വണ്ടി അല്ല, ഫുള്ള് ലോൺ കൊടുക്കാം. പക്ഷെ ഈ ഇത് കിട്ടാൻ 50-50 ചാൻസ് അല്ല. അതായത് ഒരാള് ലോണിന് കൊടുത്തിട്ടുണ്ട്, ഒരിക്കൽ ലോൺ പാസ്സായാല് വണ്ടി പോകും. നല്ല ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് കിയാന്റെ സെൽട്ടോസ് ആണ്, ഡീസലാണ്, 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഡീസൽ. 60,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ കുറവുണ്ടല്ലേ? ഇല്ല, 60 1 ലക്ഷം ഇവിടെയുള്ള ഏകദേശം വണ്ടി ഓട്ടോ കുറവ് തന്നെ. ഓക്കെ, ടൊയോട്ടന്റെ മാത്രം കുറച്ച് കൂടുതലേ. ടൊയോട്ടന് വില 5 ലക്ഷം കഴിഞ്ഞിട്ട് അതിന്റെ ടൈം ചേഞ്ച് മാറ്റിയാൽ മതി. ഇതിന് മാക്സിമം റേറ്റ് വരുന്നത് നമുക്ക് 10,45,000 രൂപ കൊടുക്കാം. 10,45 ഡീസൽ വണ്ടിയാണ്, HTK പ്ലസ് അല്ലേ? പ്ലസ് വണ്ടി. പിന്നെ മാനുവൽ വണ്ടി, ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഓക്കെ, ലോൺ മാക്സിമം ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ്, അതായത് ഹ്യുണ്ടായിന്റെ ക്രെറ്റ, പുതിയ മോഡൽ ക്രെറ്റ, പുത്തൻ ക്രെറ്റ. അതായത് പനോരമിക്ക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഇല്ലാത്ത എന്തുമില്ല, എല്ലാം ഉണ്ടല്ലേ? ഓൾമോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് 2024 S ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ബട്ടൺ സ്റ്റാർട്ട്, അലോയിൽ, പനോരമിക് സൺറൂഫ് വണ്ടി, എല്ലാം സെമി ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ, സെമി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX അല്ല, ഡീസൽ പെട്രോൾ, ഡീസൽ വണ്ടി, ഡീസൽ വണ്ടി അല്ല? ഓക്കെ, ഇത് നമുക്ക് ഫൈനലായിട്ട് 16,35,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടിട്ട്. ഓക്കെ, 40,000 കിലോമീറ്റർ ഓട്ടം. ആകെ 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 16,35,000 രൂപ ചോദിക്കുന്നു. ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് 2 ടയർ പുതിയതിട്ടിട്ട് 100% കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി. ഓക്കെ, ഈ പെട്ടി പീസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചോട്ടാ. പിന്നെ കംപ്ലീറ്റ് A to Z സർവീസ് കമ്പനി ചെയ്തോ? A to Z കമ്പനി സർവീസ് അല്ല, ഒരു ടെൻഷൻ വേണ്ട അടുക്കുന്ന ആൾക്ക്. ഇപ്പൊ പുതിയ വണ്ടിക്ക് 20,45,000 രൂപ വില. ഇപ്പോഴത്തെ വണ്ടിക്ക് 4 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ. 4 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ, അല്ല ഇങ്ങനത്തെ അന്വേഷിക്കുന്ന ആളുണ്ടാവും, ഓൽക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ആവശ്യക്കാരൻ നോക്കിക്കോ. ഇവിടെ വീണ്ടും ഒരു ഹ്യുണ്ടായിന്റെ ക്രെറ്റ അല്ല? അല്ല, ഇത് വെന്യൂ. ഇത് വെന്യൂ ആണ്. ഓക്കെ, സൺറൂഫ് ഉണ്ട്. SX ഏതാ ഓപ്ഷൻ? SX ന് വേണ്ടി 2021 വെന്യൂ, സിംഗിൾ ഓണർഷിപ്പ്, മാനുവൽ, ഓട്ടോമാറ്റിക് വണ്ടി. മാനുവൽ IMT വണ്ടിയാണ്, ഇന്റലിജൻസ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും 40,000 കിലോമീറ്റർ, 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. A to Z സർവീസ് കമ്പനി സർവീസ് 7,35,000 കൊടുക്കാം. 7,35,000 കൊടുക്കുക അല്ല? ഓക്കെ, അതും മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. 100% ലോൺ ചെയ്തോളൂ. ഓക്കെ, ഫുള്ള് പൊട്ടിച്ച് കൊടുക്കന്നെ അല്ല? നല്ല കിദ്മത്തിന്റെ വണ്ടി. ആ കറുത്തൊരു കരിമ്പുലി, അതും ഹ്യുണ്ടായിന്റെ ക്രെറ്റയിലാണ് ഈ കരിമ്പുലി വന്നിട്ടുള്ളത്. കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത്, അതായത് ക്രെറ്റയില് ബ്ലാക്ക് ആണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇത് ബ്രോ എങ്ങനെയായിരുന്നു? ഇത് സൺറൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ? പനോരമിക് സൺറൂഫ്. 2023 മോഡല് SX നൈറ്റ് എഡിഷൻ വണ്ടി, ഡീസൽ വണ്ടിയാ, പെട്രോൾ 22,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനലായിട്ട് ഇത് 13,25,000 രൂപ കൊടുക്കാം. ഫൈനൽ കൊടുക്കല്ലേ? പുത്തൻ വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? ഇത് ഫുൾ 21,45 വരുന്നുണ്ട്. അത്ര വരുന്നുണ്ടല്ലോ? പിന്നോ ഒരുപാട് വില വ്യത്യാസം ഉണ്ടല്ലേ? വണ്ടിമ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ മാക്സിമം ലോണും ചെയ്യാൻ പറ്റൂല? ചെയ്യാൻ പറ്റും. മാരുതിന്റെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സ് ഒക്കെ ഇപ്പോ യാർഡിലൊക്കെ വരാൻ തുടങ്ങിയല്ലേ? ഓക്കെ, എങ്ങനെയാണ് ബ്രോ? അതും നേവി കളർ, എല്ലാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ. 2024 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, സീറ്റ വേരിയന്റ്, ടെർബോ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് പോയ വണ്ടി. 30,000 കിലോമീറ്റർ ഓടി, കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ട്. 30,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. ഓക്കെ, കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. നമുക്ക് ഫൈനലായിട്ട് 9,65,000 രൂപ കൊടുക്കാം. ഇത് ഏത് ഓപ്ഷന്? സീറ്റ, ഫുള്ളിന് തൊട്ട് താഴെ. ഫുള്ളിന്റെ തൊട്ട് താഴെ ബട്ടൺ സ്റ്റാർട്ട്, അലോയില്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ, 6 എയർ ബാഗ് കാര്യങ്ങൾ, അലോയ്സ് എല്ലാം പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പം പുതിയ വണ്ടിക്ക് 11,45,000 3 മാസം ബുക്കിംഗ് പീരീഡ് ഉണ്ട്. പുതിയ വണ്ടി നല്ലതാണ്. അതും ഈ കളറിന് നല്ല വെയിറ്റിംഗ് ഉണ്ടാവും. ഈ കളർ കുറെ ആൾക്കാർ നോക്കുന്നല്ലേ? ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടാ. ഇതേതായിരുന്നു? ബ്രസ് അല്ലേ? ബ്രസ്സല് ഇത് എന്ത് സൺറൂഫ് ഒക്കെ? 2024 ZX സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് കമ്പനി സർവീസ്. വെറും 30,000 കിലോമീറ്റർ ഓട്ടം. ഓട്ടോമാറ്റിക് വണ്ടി. 14,65,000 രൂപ വരുന്ന വണ്ടി.
കൊടുക്കാൻ പോകുന്ന റേറ്റ് 11,45,000 രൂപ. 11,45 കൊടുക്കാം. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. അതും ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയല്ല? ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, പുതിയ ഷേപ്പ് വണ്ടി, ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട്, അലോയില്, സൺറൂഫ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എല്ലാം വരുന്നത്, അതായത് സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. മാക്സിമം ലോണും ചെയ്യാലോ ബ്രോ? 100% നമുക്കൊരു 10 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം. ആവശ്യക്കാരെ വിളിച്ചോട്ടാ. ഇവിടെ വീണ്ടും ഒരു ഇതേതായിരുന്നു? ബ്രസ തന്നെ 2022 LXI വണ്ടി. LXI കൺവെർട്ടഡ് ആണോ? LXIലേക്ക് ഇല്ലല്ല, LXI വണ്ടിയാണ്. 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ എഴുതുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇരുന്നത്. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. ഓക്കെ. LXI തന്നെ 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം വരുന്നുണ്ടല്ലോ. ഗ്രേ കളറാണ്, ഗ്രേ കളർ വണ്ടി. ഇത് പക്ഷേ ഇത് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്, ഒരു ഡോർ റീപ്ലേസ് ആണ്. ഡോർ റീപ്ലേസ് ഉണ്ട്. രണ്ട് ഇയർ ബോട്ടോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. മൈനർ ആണ്. മെയിൻ ഗ്ലാസ്സിലും ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഡോറ് ഗ്ലാസ് മാറി, ഡോർ ഷോറൂം മാറിയല്ലേ? ഷോറൂം ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ. പിന്നെ ചെക്ക് ചെയ്യുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട, ഹിസ്റ്ററിയിൽ നോക്കിയെല്ലാം കാണും. ഓക്കെ. ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് ഫൈനലായി നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 രൂപ കൊടുക്കാം. 6 രൂപ കൊടുക്കാം. ഓക്കെ. 2022 വണ്ടി. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ ഉള്ളൂ. ഉപയോഗിക്കുന്ന പ്രശ്നം